നാം ഇവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ധന്യമുഹൂർത്തം ആഗതമായിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജി വേദിയിലെത്തിയിരിക്കുകയാണ്. ഒപ്പം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി. നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവേട്ടനെ ഹാരാർപ്പണം നടത്തുന്നതിനായി തിരുവനന്തപുരം സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ പാപ്പനംകോട് സജി അവർകളെ സാദരം ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജിയെ സ്വാഗതം ചെയ്യുന്നതിന് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവർകളെ ഹാരാർപ്പണം നടത്തുന്നതിനായി ക്ഷണിക്കുന്നു. Sir, it is a Kamal printed traditional mundu crafted by the Khadi workers of Balramapuram handloom with love. Next is a token of love and gift from Kerala, presenting to our Honorable Home Minister Sri Amit Shah ji by our State President Sri Rajiv Chandrasekhar ji. Vikasitha Keralam 3D logo, 3D printed logo പ്രകാശനം ചെയ്തുകൊണ്ട് അമിത് ഷാജിക്ക് ഈ ഉപഹാരം നൽകുന്നതിനായി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എസ് സുരേഷ് അവർകളെ സാദരം ക്ഷണിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റുമാർ ഇവിടെ സന്നിഹിതരാണ്. ഹാരാർപ്പണം നടത്തുന്നതിനായി തിരുവനന്തപുരം ജില്ലയുടെ അധ്യക്ഷന്മാരെ സാദരം ക്ഷണിക്കുന്നു. തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് ശ്രീ കരമന ജയൻ, തിരുവനന്തപുരം നോർത്ത് ജില്ലാ അധ്യക്ഷൻ ശ്രീ എസ് ആർ രജികുമാർ, തിരുവനന്തപുരം ഡിസ്ട്രിക്ട് പ്രസിഡന്റ് മുക്കം പാലമൂട് ബിജു എന്നിവർ ചേർന്ന് ഹാരാർപ്പണം നടത്തുന്നു. അടുത്തതായി കൊല്ലം വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ശ്രീ എസ് ജയപ്രശാന്ത്, കൊല്ലം ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ശ്രീമതി ആർ രാജീവ് പ്രസാദ്, പത്തനംതിട്ട ജില്ലാ അധ്യക്ഷൻ ശ്രീ വി എ സൂരജ്, ആലപ്പുഴ സൗത്ത് ജില്ലാ അധ്യക്ഷൻ ശ്രീ ആർ സന്ദീപ് വചസ്പതി, ആലപ്പുഴ നോർത്ത് ജില്ലാ അധ്യക്ഷൻ ശ്രീ പി കെ ബിജോയ് എന്നിവർ ചേർന്ന് ഹാരാർപ്പണം നടത്തുന്നു. Our next program is Vikasitha Logo Prakashanam. It's a gift. It's a 3D printed model of our motto, Vikasitha Keralam, placed on our traditional Chundam border model. The model is made in the most modern technology of 3D printing as a symbol of embracing futuristic technology in building a modern Vikasitha Keralam. To switch on the party's motto of Vikasitha Keralam, I invite Honorable Home Minister Sri Amit Shah ji to switch on the motto. Sir, through this, we are launching the message of our mission
the mission of Vikasitha Keralam for all. Next is a Vikasitha Keralam theme video. It's a video generated in artificial intelligence. The video conveys a theme of Vikasitha Keralam mission. നമ്മുടെ സ്വന്തം നാട് എത്ര വലിയ പൈതൃകമാണ് നമ്മുടേത്, എത്ര ശോഭനമായ ഒരു ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത്. എന്നാൽ ഈ മണ്ണിന്റെ അനന്തമായ സാധ്യതകൾക്ക് എന്ത് സംഭവിച്ചു? കഴിഞ്ഞ 6.5 പതിറ്റാണ്ടായി കേരളം മാറി മാറി ഭരിച്ച ഇടത് വലത് മുന്നണികൾ നമുക്ക് നൽകിയത് എന്താണ്? മറ്റ് സംസ്ഥാനങ്ങൾ വ്യവസായ സൗഹൃദ നയങ്ങളിലൂടെ മുന്നോട്ട് കുതിച്ചപ്പോൾ നമ്മൾ നമ്മുടെ ചെറുപ്പക്കാരെ തൊഴിലിനായി പുറം നാടുകളിലേക്ക് അയച്ചു. അവസരങ്ങളുടെ ഒരു സുവർണ കാലഘട്ടമാണ് നമുക്ക് നഷ്ടമായത്. പതിറ്റാണ്ടുകളായി കേരളത്തെ ചിലർ കെട്ടിയിട്ടിരിക്കുകയാണ്. എന്തിന്റെ ചങ്ങലകളാലാണ് അവർ നമ്മളെ ബന്ധിച്ചത്? അഴിമതിയുടെ, പ്രീണന രാഷ്ട്രീയത്തിന്റെ, സ്വജനപക്ഷപാതത്തിന്റെ, കപട രാഷ്ട്രീയത്തിന്റെ ചങ്ങലകളാൽ. ഫലമോ? വളർച്ചയില്ലാത്തൊരു സംസ്ഥാനം, കടം വാങ്ങാതെ ഒരു ഇഞ്ചു പോലും മുന്നോട്ടു പോകാനാവാത്ത സാമ്പത്തികാവസ്ഥ, സ്വന്തം ആശാ വർക്കർമാർക്ക് 100 രൂപയുടെ ആനുകൂല്യം പോലും നൽകാൻ കഴിയാത്ത സർക്കാർ, തൊഴിൽ സ്വപ്നം കണ്ട് നമ്മുടെ യുവതലമുറ ഇന്നും കൂട്ടത്തോടെ നാടുവിടുന്നു. ഇതിനൊരു മാറ്റം വരേണ്ടതല്ലേ? ഈ അവസ്ഥ ഇനിയും തുടരണം. കേരളത്തിന് മാറ്റം വേണം. വൻകിട നിക്ഷേപങ്ങൾ വരണം, വ്യവസായങ്ങൾ വളരണം, നമ്മുടെ മക്കൾക്ക് ഇവിടെ തന്നെ നല്ല തൊഴിൽ ലഭിക്കണം. കടക്കണിയിൽ നിന്ന് കേരളം പുറത്തു വരണം. നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും കുട്ടികൾക്കും സുരക്ഷിതമായി ജീവിക്കാൻ കഴിയണം. തീവ്രവാദത്തിന്റെ കരിനിഴൽ ഈ മണ്ണിൽ വീഴരുത്. ഈ മാറ്റം സംഭവിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേയുള്ളൂ. പതിറ്റാണ്ടുകളായി നമ്മളെ പിന്നോട്ട് നയിച്ച ഇടത് കോൺഗ്രസ് ഭരണം അവസാനിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന വികസനത്തിന്റെ രാഷ്ട്രീയം കേരളത്തിലും വരണം. ഇന്ന് കേരളത്തിൽ കാണുന്ന മാറ്റത്തിന്റെ തുടക്കം നരേന്ദ്രമോദി സർക്കാരിൽ നിന്നാണ്. വികസനത്തിന്റെ പ്രതീകമായ ദേശീയ പാതകളായാലും റെയിൽവേയുടെ പുതിയ മുഖമായാലും സാധാരണക്കാരന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തുന്ന ജനക്ഷേമ പദ്ധതികളായാലും ആ മാറ്റത്തിന്റെ എല്ലാം ഉറവിടം കേന്ദ്ര സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ്. ഈ വികസിത യാത്ര നമുക്ക് തുടരണം. എല്ലാവർക്കുമൊപ്പം, എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളം നമുക്ക് കെട്ടിപ്പടുക്കണം. ഓർക്കുക, മാറില്ലെന്ന് കരുതിയതെല്ലാം മാറിയിട്ടുണ്ട്. കേരളവും മാറും, നമ്മൾ മാറ്റും. മാറാത്തത് ഇനി മാറും. ഈ മാറ്റം നമ്മളിലൂടെ, ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ മാത്രമേ സാധ്യമാകൂ. നമുക്ക് തുടങ്ങാം. ഗുജറാത്തിൽ ജനിച്ച് കർണാടകയിൽ നിന്ന് വ്യവസായ പ്രമുഖനായി വളർന്ന മലയാളിയായ രാജീവ് ചന്ദ്രശേഖർ 2006-ൽ ബി.ജെ.പിയിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചു. 2006 മുതൽ 24 വരെ 18 വർഷം രാജ്യസഭാംഗമായ രാജീവേട്ടൻ 2ാം നരേന്ദ്രമോദി മന്ത്രിസഭയിലെ ഇലക്ട്രോണിക്സ്, IT, നൈപുണ്യ വികസനം, സംരംഭകത്വം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന സഹമന്ത്രിയായി. ബി.ജെ.പിയുടെ ദേശീയ വക്താവായും പ്രവർത്തിച്ച അദ്ദേഹം 2025 മാർച്ച് 24-ന് കേരള ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. വികസിത കേരളം യാഥാർത്ഥ്യമാക്കാൻ തന്റേതായ മാർഗങ്ങളും ശൈലികളും ആവിഷ്കരിച്ചുകൊണ്ട് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്ന ജനനേതാവ്, മോദിജിയുടെ വികസിത ഭാരതം എന്ന കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാൻ, വികസിത കേരളം പടുത്തുയർത്താൻ അങ്ങയോടൊപ്പം അണിനിരക്കുന്നു ഓരോ ബി.ജെ.പി പ്രവർത്തകരും. ഏറെ അഭിമാനത്തോടെ അധ്യക്ഷ പ്രസംഗത്തിനായി രാജീവേട്ടനെ ക്ഷണിക്കുന്നു. എന്റെ ഒപ്പം പറയൂ, ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. ഏറെ ബഹുമാനപ്പെട്ട അമിത്ഷാജിക്കും വേദിയിൽ സദസ്സിൽ ഉള്ള സഹപ്രവർത്തകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ വാർഡ് ലെവൽ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്വാഗതം, പാർട്ടിൻ്റെ സ്വാഗതം. ഇന്ന് നമ്മുടെ പാർട്ടിയുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അമിത്ഷാജി ഞങ്ങളുടെ പുതിയ സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനം ചെയ്ത ദിനമാണ്. അതിൻ്റെ ഒപ്പം
നമ്മുടെ മിഷൻ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്ന ദിനവും ആണ്. അപ്പോൾ ഇന്ന് 12 ജൂലൈ 2025 പാർട്ടിന്റെ ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ദിനമാണ്. 110 ദിവസം മുമ്പ് പാർട്ടി എനിക്ക് ഈ ചുമതല തന്നപ്പോൾ, ഈ ഉത്തരവാദിത്വം തന്നപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു, പിന്നെ വികസിത കേരളം കൺവെൻഷനിൽ നിങ്ങളൊപ്പം ഇരുന്നപ്പോൾ പറഞ്ഞു, ഡിസ്ട്രിക്ട് ലെവൽ നേതൃയോഗത്തിൽ പങ്കെടുക്കുന്ന സമയത്തും ഞാൻ പറഞ്ഞു, പാർട്ടിന്റെ ഒരു ദൗത്യമാണ് വികസിത കേരളം. അത് നമ്മുടെ ലക്ഷ്യമാണ്. അത് സൃഷ്ടിക്കാൻ BJP NDA അധികാരത്തിൽ കൊണ്ടുവരാൻ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യവും ദൗത്യമാണ്. അതിനുവേണ്ടി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ആണെന്ന് ഞാൻ അന്ന് പറഞ്ഞു. വികസിത കേരളം കൺവെൻഷന്റെ സമയത്തും പറഞ്ഞു, ഇന്നും ഞങ്ങൾ പറയുന്നു. ഈ 110 ദിവസം, കഴിഞ്ഞ 110 ദിവസം പാർട്ടി എന്തെല്ലാം ചെയ്തു എന്ന് ഞാൻ മുമ്പോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി പാർട്ടി ഒറ്റക്കെട്ടായിട്ട് ടീം വികസിത കേരളം എന്നായി മാറി. 620 കൂടുതൽ ജില്ലാ ഭാരവാഹി പ്രഖ്യാപിച്ച് എല്ലാവരും പ്രവർത്തനത്തിന് ഇറങ്ങി. 30 വികസിത കേരളം കൺവെൻഷനിൽ പ്രവർത്തകരൊപ്പം ഇരുന്ന് ഈ വികസിത കേരളം എന്ന നരേന്ദ്രമോദിജിന്റെ കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ചു. 30 നേതൃയോഗം, ഡിസ്ട്രിക്ട് ലെവൽ നേതൃയോഗം നടത്തി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ടാർഗറ്റ് തീരുമാനിച്ചത് ഇന്ന് അമ്മച്ചാജി എന്നോട് പറഞ്ഞു, മൊത്തം 23,000 വാർഡിൽ ഞങ്ങൾ മത്സരിക്കും. എന്നിട്ട് മത്സരിക്കാൻ മാത്രമല്ല, ജയിക്കാനാണ് മത്സരിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി 18,000 വാർഡിൽ 6 പേരുടെ വികസിത കേരളം വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ചു. അപ്പോൾ ഇന്ന് 1,00,000-അധികം വാർഡ് ലെവലിലും മണ്ഡൽ ലെവലിലും ഡിസ്ട്രിക്ട് ലെവൽ ടീം ഇറങ്ങി പ്രവർത്തിക്കുന്നു. ഇത് 110 ദിവസം ഞങ്ങൾ ചെയ്ത കാര്യങ്ങളാണ്. ഒരു വികസിത കേരളം ഹെൽപ്പ് ഡെസ്ക്, അതിന്റെ കോൺസെപ്റ്റ് തീരുമാനിച്ച് രൂപീകരിച്ചു. ഇനി വരാൻ പോകുന്ന ദിവസത്തിൽ അത് എല്ലാ ഡിസ്ട്രിക്ട് ഓഫീസിലും അത് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഇത് മാത്രമല്ല, 110 ദിവസം ഇവിടെ കോൺഗ്രസ് ആയ പ്രതിപക്ഷ പാർട്ടി വിട്ടുനിൽക്കുമ്പോൾ ആ പ്രതിപക്ഷത്തിന്റെ ചുമതല എടുത്ത് BJP സംസ്ഥാന സർക്കാരിനെതിരെ സമരവും പ്രതിഷേധം നടത്തി. ജനങ്ങൾക്ക് വേണ്ടി ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും അഴിമതിനെതിരെയും കോട്ടയത്തിന്റെ ബിന്ദുവും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ജോയും നിലമ്പൂരിന്റെ അനന്തുവിന് വേണ്ടി സംസ്ഥാന സർക്കാരിനെ എതിരെ പ്രതിഷേധിച്ചു സമരം ചെയ്തു. ഈ നാട്ടിലിപ്പോൾ ഒരു പ്രതിപക്ഷ പാർട്ടി ആണെങ്കിൽ അത് BJP NDA ആണ്. കോൺഗ്രസും ലെഫ്റ്റും ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യ അലയൻസിന്റെ പങ്കാളികളായിട്ട് ഇവിടെ കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടിന്റെ ചുമതല ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് പിന്നെ അതിനൊപ്പം പറയാനുള്ളത്, കേരള 2025 നമ്മളെ ഈ സ്ഥിതി, അത് ആരോഗ്യ മേഖലയാണോ, മലയോര മേഖലയാണോ, തീരദേശ മേഖലയാണോ, യുവാക്കളാണോ, എവിടെ നോക്കിയാലും നമ്മൾ കാണുന്നത് അനാസ്ഥയാണ്, ദുർഭരണമാണ്. 2025 കേരള 2014 നരേന്ദ്രമോദിജി കിട്ടിയ ഇന്ത്യ പോലെ തന്നെയാണ്. ഇവിടെ അഴിമതി, ആക്രമണം, പ്രശ്നങ്ങളെ പരിഹരിക്കാത്ത സർക്കാർ,
കുടുംബ രാഷ്ട്രീയം, പ്രീരണം, അനാസ്ഥ, നുണ, അതാണ് നടക്കുന്നത്. കഴിഞ്ഞ കാലത്ത് നമ്മളെല്ലാം കണ്ടല്ലോ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്ന അവിടെ ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങളും, കോട്ടയത്തിൽ നടന്ന ബിന്ദുവിന്റെ മരണം, ദുഃഖകരമായ മരണം, ഒരു കുറ്റകരമായ ഒരു അനാസ്ഥയുടെ കാരണം ഒരു മരണം. ഈ സർക്കാർ ഇപ്പോൾ 9 കൊല്ലം നടന്ന സർക്കാരും പ്രതിപക്ഷ പാർട്ടിയും ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. 2014 ഇന്ത്യയിൽ ആ സ്ഥിതിയിൽ നിന്ന് രക്ഷിച്ചതും ഒരു ട്രാൻസ്ഫോർമേഷൻ, കുതിച്ച മാറ്റം കൊണ്ടുവന്നത് നരേന്ദ്രമോദിജിയാണ്. കഴിഞ്ഞ 11 കൊല്ലം നരേന്ദ്രമോദിജി 10 കൊല്ലം ഭരിച്ച UPA സർക്കാരിന്റെ തകർച്ച മാറ്റിക്കൊണ്ടുവന്നത് നരേന്ദ്രമോദിജിയാണ്. 2014 നമുക്കെല്ലാവർക്കും അറിയാം, 5ാമത്തെ ഏറ്റവും തകർന്ന ഇക്കോണമിയിൽ 5ാം നമ്പറിലെ ഇന്ത്യയെ ഇന്ന് ലോകത്തിന്റെ 4ാം നമ്പർ ഇക്കോണമി ആക്കി മാറി കൊണ്ടുവന്നത് നരേന്ദ്രമോദിജിയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇപ്പോ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം, ഇതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാരിനൊന്നും പറയാനുമില്ല, ഒന്നും ചെയ്യാനുമില്ല. അതിൻ്റെ ഒപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടി കഴിഞ്ഞ 9 കൊല്ലം തൊഴിലില്ലായ്മയെ കുറിച്ചോ ആരോഗ്യ മേഖലയെ കുറിച്ചോ ഒന്നും ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ BJP ആണ് ഇവിടെ വികസനം കൊണ്ടുവരാൻ പോകുന്ന പാർട്ടി. ഇതിൽ ജനങ്ങൾക്ക് സംശയമില്ല, ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ഈ വികസനം. അപ്പൊ BJP വികസനത്തെ കുറിച്ച് പറയുമ്പോൾ ഈ 2 പാർട്ടികൾ BJPനെ കുറിച്ച് പറയുന്നത് BJP ഒരു വർഗീയവാദി പാർട്ടിയാണ്. നമ്മൾ നിലമ്പൂരിൽ കണ്ടല്ലോ, ഭരണഘടന എടുത്ത് നടക്കുന്ന ഒരു കോൺഗ്രസ് പാർട്ടി ആരുടെ ഒപ്പമാണ് ഇലക്ഷൻ മത്സരിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം. അപ്പോ ആ ഒരു ഇരട്ടത്താപ്പ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് നിലമ്പൂരിൽ. അതാണ് അവരുടെ രാഷ്ട്രീയം, അവസരവാദ രാഷ്ട്രീയം, പ്രീണന രാഷ്ട്രീയം, ദുർഭരണം, ജനങ്ങളുടെ എതിരെ ജനവിരുദ്ധ രാഷ്ട്രീയം. BJP മുമ്പോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് വികസന രാഷ്ട്രീയം, പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം, ജനങ്ങളുടെ കുട്ടികൾക്ക് അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ഒരു വികസനം. ഇതാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്. ഇത് വീട് കയറി ഈ വികസന സന്ദേശം ഞങ്ങൾ ഈ അടുത്ത 4 മാസത്തിൽ ചെയ്യും. ഇവരുടെ നുണയം, ഇവരുടെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു അവസരവാദ രാഷ്ട്രീയത്തിനെ തോൽപ്പിക്കും. കുറെ പറയാനുണ്ട്, ഞാൻ നീണ്ടു സംസാരിക്കാൻ പോകുന്നില്ല. ഇന്ന് നമ്മൾ എല്ലാവരും വന്നിരിക്കുന്നത് നമ്മുടെ ഏറ്റവും ബഹുമാന്യായ അമിത്ഷാജിന്റെ മാർഗദർശനവും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേൾക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവസാനം ഞാൻ ഇത് പറഞ്ഞ് നിർത്തുന്നു. 4 മാസം നമ്മൾ അധ്വാനിക്കും, നിരന്തര പരിശ്രമം. നമ്മളുടെ ലക്ഷ്യം ബോർഡിൽ എഴുതിയ പോലെ വികസിത കേരളമാണ്. ആ വികസിത കേരളത്തിന് വേണ്ടി BJP അധികാരത്തിൽ വരണം എന്ന് നമ്മളെല്ലാം തീരുമാനിക്കണം. അതിനുവേണ്ടി 4 മാസം നമ്മൾ അധ്വാനിച്ച് നിരന്തര പരിശ്രമം ചെയ്ത് നമ്മൾ പാർട്ടിനെയും പാർട്ടിന്റെ കാൻഡിഡേറ്റ്മാരെല്ലാം ജയിപ്പിക്കണം. ഒറ്റക്കെട്ടായിട്ട് നമ്മൾ അധ്വാനിക്കണം. ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അമിത്ഷാജി ഇവിടെ വന്നാൽ, നരേന്ദ്രമോദിജി ഇവിടെ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു സദസ്സിൽ ആയിരക്കണക്കിന് ജില്ലാ പഞ്ചായത്ത് മെമ്പേഴ്സും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പേഴ്സും ഗ്രാമപഞ്ചായത്ത് മെമ്പറും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും മുനിസിപ്പൽ കൗൺസിലേഴ്സും മുനിസിപ്പൽ ചെയർമാനും കോർപ്പറേഷൻ കൗൺസിലേഴ്സും കോർപ്പറേഷൻ മേയർസും ഈ സദസ്സിൽ ഉണ്ടാവണം. അത് മനസ്സിൽ വെച്ചിട്ട് അടുത്ത 4 മാസം ഞങ്ങൾ അധ്വാനിക്കും. അമിത്ഷാജിയും നരേന്ദ്രമോദിജിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ BJP കേരള വികസിത കേരളത്തിന്റെ ഒരു ലക്ഷ്യമായിട്ട് മുൻപോട്ട് പോവും എന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി.
അങ്ങയുടെ വിലയേറിയ വാക്കുകൾക്ക് നന്ദി. വികസിത കേരളം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ കാര്യകർത്താക്കളും ഒറ്റക്കെട്ടായി അങ്ങേക്കൊപ്പം ഉണ്ടാകും. Next is the long-awaited inauguration ceremony. On dais, we have the excellent organizer and a shrewd politician, the master strategist, Sri Amit Shah Ji, who performs outstanding contributions to strengthen the party and the government, who does tremendous efforts to ensure a safe and secure India. With gratitude, we humbly request the extremely dynamic leader, Honorable Home Minister Sri Amit Shah Ji, to inaugurate the Vikasit Kerala Sankalpa Convention. Kerala is eagerly waiting for your words, sir. I invite Sri Sandeep Bajaspati for doing the translation. बोलिए भारत माता की। क्यों भाई, क्या हो गया है आप लोगों की आवाज को? എന്തുപറ്റി? എല്ലാവരുടെയും ശബ്ദത്തിൽ എന്തു പറ്റിയെന്ന്? विजयन साहब विदेश गए हैं, उनको मालूम पड़ना चाहिए त्रिवेंद्रम में भाजपा वाले इकट्ठा हुए हैं। പിണറായി വിജയൻ വിദേശത്ത് പോയിരിക്കുകയാണ്. അവിടെ ഇരിക്കുന്ന മുഖ്യമന്ത്രിക്ക് മനസ്സിലാകണം ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വലിയ സമ്മേളനം നടക്കുന്നു എന്ന്. दोनों हाथ उठाइए जरा, രണ്ട് കൈയും എല്ലാവരും ഉയർത്തിപ്പിടിക്കുക. विकसित केरलम के संकल्प की मुट्ठी भींचिए വികസിത കേരളത്തെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് और प्रचंड आवाज से बोलिए भारत माता की ജയ്, भारत माता की ജയ്, भारत माता की। ജയ്. मंच पर उपस्थित केरल भारतीय जनता पार्टी के अध्यक्ष श्रीमान राजीव चंद्रशेखर जी, मोदी जी की मंत्री परिषद में मेरे साथी श्री जॉर्ज कुरियन जी, हमारे वरिष्ठ नेता और केरल भाजपा के प्रभारी श्रीमान प्रकाश जावड़ेकर जी, संसद में मेरी साथी और केरल की सहप्रभारी बहन अपराजिता सारंगी जी, जिन्होंने अभी अभी गत टर्म में केरल के अध्यक्ष पद का अच्छे से दायित्व निर्वहन किया। जोर से ताली बजाइएगा श्री के सुरेंद्रन के लिए, जिन्होंने पार्टी के अध्यक्ष पद को लास्ट टर्म में संभाला। श्री वी मुरलीधरन जी, श्री अब्दुल्ला कुट्टी जी, श्रीमती पद्मजा वेणुगोपाल जी, श्री अनिल एंटनी जी, श्री पी के कृष्णदास जी, श्री एएन राधाकृष्णन जी, श्री कर्मना जी, और आज अब मैं बोल रहा हूं, इसका अनुवाद करूं। भारतीय जनता पार्टी के मालिक ऐसे मेरे हर जगह से आए हुए भारतीय जनता पार्टी के कार्यकर्ता भाइयों बहनों को मेरा प्रणाम। ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ, മന്ത്രിസഭയിലെ സഹപ്രവർത്തകനായ ശ്രീ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാമായ പ്രിയ സഹപ്രവർത്തകർക്ക് എന്റെ സാദര നമസ്കാരം. सबसे पहले मैं महान मलयाली भाषा में बोल नहीं पाता हूं, इसलिए आप सबसे क्षमा मांगकर मेरी बात की शुरुआत करता हूं। മലയാളത്തിൽ സുന്ദരമായ മലയാളത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കാത്തതിൽ നിങ്ങളോട് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. भाइयों बहनों, मैं सबसे पहले श्री मन्नत पद्मनाभन जी की भूमि को, नारायण गुरु की ये भूमि को, महात्मा अय्यन काली की भूमि को और पंडित
करूपन की भूमि को प्रणाम कर मेरी बात की शुरुआत करूंगा। ആദ്യമായി ഈ നാടിന്റെ മഹാനായ പുത്രൻ ശ്രീമാൻ മന്നത്ത് പത്മനാഭൻ, ശ്രീനാരായണ ഗുരുദേവൻ, മഹാത്മാ അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ എന്നീ മഹാന്മാർക്ക് ജന്മം നൽകിയ ഈ നാടിനെ ഞാൻ ആദ്യമായി വണങ്ങുന്നു. यही भूमि है जहां आदि शंकर का जन्म हुआ। वेद, वेदांत, ब्रह्मसूत्र, वैदिक गणित और कई सारे फिलॉसफी के ग्रंथों की रचना आदि शंकराचार्य ने की है। आज मैं मनपूर्वक आदि शंकराचार्य की महान आत्मा को प्रणाम कर मेरी बात की शुरुआत करता हूँ। വേദാന്തങ്ങൾക്ക് ഭാഷ്യം എഴുതിച്ച, ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം എഴുതിച്ച, ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം എഴുതിച്ച ആദിശങ്കരൻ പിറന്ന ഈ നാടിനെ ഞാൻ ആദ്യമായി പ്രണമിച്ചുകൊണ്ട് ആദിശങ്കരന്റെ പാതാളങ്ങളിൽ നമിച്ചുകൊണ്ട് എന്റെ പ്രസംഗം ആരംഭിക്കുകയാണ്. और अभी थोड़े समय पहले मैं केरल प्रदेश भारतीय जनता पार्टी के भव्य कार्यालय का उद्घाटन कर आया हूं। जब मैं उद्घाटन का दीप प्रज्वलन कर रहा था तब मेरे मन में वो सैकड़ों बलिदानी कार्यकर्ताओं का याद आता था जिन्होंने अपनी जान देकर हमारी विचारधारा और हमारी पार्टी के लिए अपना सर्वोच्च बलिदान दिया है। उनको भी मैं प्रणाम करना चाहता हूँ। അല്പസമയം മുൻപാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അതിസുന്ദരമായ സംസ്ഥാന ആസ്ഥാനം ഞാൻ ഉദ്ഘാടനം ചെയ്തത്. അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, ഈ ആദർശത്തെ ഈ മണ്ണിൽ ഉറച്ചു നിർത്തുന്നതിന് വേണ്ടി ജീവൻ കൊടുത്ത നൂറുകണക്കിന് ധീരബലിദാനികളുടെ മുഖങ്ങളാണ് എന്റെ മനസ്സിലേക്ക് ഓടി വന്നത്. അവർക്കെല്ലാവർക്കും ഞാൻ എന്റെ പ്രണാമം അർപ്പിക്കുന്നു. मैं 12 साल से केरल आ रहा हूं। केरल की राजनीतिक गतिविधियों से अच्छी तरह से वाकिफ भाई। ഞാൻ കഴിഞ്ഞ 15 വർഷമായി കേരളത്തിൽ വന്ന് കേരളത്തിലെ രാഷ്ട്രീയത്തെ വളരെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. अन्य दलों की जितनी जनसभा होती है, इतना बड़ा कार्यकर्ता सम्मेलन भारतीय जनता पार्टी ने किया है। वो केरल में भारतीय जनता पार्टी के भविष्य का परिचय है। കേരളത്തിൽ ഇത്രയും വലിയ സമ്മേളനം, ഇത്രയും സാധാരണ മനുഷ്യർക്ക് ഒരു സമ്മേളനം നടത്തുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഈ സമ്മേളനം കാണുമ്പോൾ എനിക്ക് ഉറപ്പാണ് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാവി ശോഭനമാണ് കൈപ്പിടുന്നത്. आज केरल भारतीय जनता पार्टी के कार्यालय का उद्घाटन हुआ है। मैं केरल के प्रदेश अध्यक्ष जी को धन्यवाद करता हूं कि इन्होंने मुझे मौका दिया। इस कार्यालय का भूमि पूजन भी मैंने किया था और उद्घाटन भी मैंने किया। ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കാര്യാലയത്തിന്റെ ഉദ്ഘാടനം നടത്തിയിരിക്കുകയാണ്. ഞാൻ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനോട് അതിനൊരു അവസരം തന്നതിന് നന്ദി പറയുകയാണ്. ഉദ്ഘാടനം മാത്രമല്ല, അതിന്റെ ഭൂമി കൂടി നടത്താനുള്ള അവസരവും എനിക്ക് തന്നെയാണ് കിട്ടിയത്. और आज मैं प्रभु पद्मनाभ जी के चरणों में प्रार्थना करता हूं कि नूतन कार्यालय केरल में एनडीए की सरकार बनाने की शुरुआत साबित होगा। ഇന്ന് ഈ പത്മനാഭസ്വാമിയുടെ മണ്ണിൽ നിന്ന് ശ്രീ പത്മനാഭനോട് അപേക്ഷിക്കുകയാണ്, ഈ സംസ്ഥാന കാര്യാലയത്തിന്റെ ഉദ്ഘാടനത്തോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിക്ക് നിയമസഭയിലേക്കും ലോകസഭയിലേക്കും പ്രതിനിധികളെ അയക്കാനുള്ള അവസരം കൂടിയാണ് കൈവന്നിരിക്കുന്നത്. भाइयों बहनों, अन्य दलों के लिए कार्यालय एक काम करने की जगह होती है। भारतीय जनता पार्टी के लिए कार्यालय ये हमारे लिए मंदिर की स्थान जितना पवित्र स्थान है। നമുക്കറിയാം, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഇടം മാത്രമാണ്. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാര്യാലയങ്ങളുള്ളത് ക്ഷേത്രത്തോളം തന്നെ പവിത്രമായ സ്ഥലമാണ്. कार्यालय के बगैर विचारधारा कार्यकर्ता तक पहुंचती नहीं है। विचारधारा के बगैर के कार्यकर्ता
भारतीय जनता पार्टी में कल्पना ही नहीं कर सकते हैं और कार्यकर्ता बगैर की भारतीय जनता पार्टी इसका कोई अस्तित्व ही नहीं। കാര്യാലയങ്ങളിലുള്ള നമ്മളുടെ ആദർശത്തിന്റെ ഇവിടം കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രവർത്തകന്മാരില്ലാതെ പാർട്ടിയില്ല, നമ്മുടെ പാർട്ടിയുടെ എല്ലാം ഇവിടുത്തെ പ്രവർത്തകർ മാത്രമാണ്। इसलिए हमारे लिए केरल के सचिवालय में मुख्यमंत्री बिठाने से भी ज्यादा महत्वपूर्ण काम है कि हमारा कार्यालय कार्यकर्ताओं के माध्यम से विकसित केरल का एक नींव डालने का कार्यक्रम बने। അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നിയമസഭയിലേക്ക് ജനപ്രതിനിധികളെ അയക്കുന്നതോടൊപ്പം തന്നെ അതൊരു വലിയ കാര്യമാണ് സംസ്ഥാന കാര്യാലയം കേന്ദ്രമാക്കിക്കൊണ്ട് വികസിത കേരളം സാധ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ആസൂത്രണം ചെയ്യുക എന്നത്। भाइयों बहनों, महान नेता और हमारे प्रधानमंत्री श्री नरेंद्र मोदी जी ने विकसित भारत की संकल्पना देश के 140 करोड़ लोगों के सामने रखी। നമ്മുടെ ബഹുമാനപ്പെട്ട ആദരണീയനായ പ്രധാനമന്ത്രി വികസിത ഭാരതം എന്ന സങ്കല്പമാണ് രാജ്യത്തെ 145 കോടി ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത്। और मैं केरल के भाइयों बहनों को बताने आया हूं, विकसित भारत का रास्ता विकसित केरलम से होकर ही जाता है। കേരളത്തിലെ സഹോദരി സഹോദരന്മാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, വികസിത ഭാരതം എന്നുള്ളത് വികസിത കേരളത്തിൽ കൂടിയാണ് സാധ്യമാകാൻ പോകുന്നത്। दक्षिण के शक्तिशाली राज्यों के विकास के बगैर विकसित भारत संभव ही नहीं। ദക്ഷിണ ഭാരതത്തിലെ സംസ്ഥാനങ്ങൾ വികസിക്കാതെ വികസിത ഭാരതം സാധ്യമാകാൻ പോകുന്നില്ല। और महान केरल राज्य जो अनेक संस्कृतियों का मिल मिलाप कर आगे बढ़ने वाला राज्य है, विकसित केरलम आज से भारतीय जनता पार्टी का मूल उद्देश्य बनने वाला है। ഈ വിവിധ സംസ്കാരങ്ങളുടെ വിവിധ ആശയധാരകളുടെ കേന്ദ്രമായ കേരളത്തിൽ വികസിത കേരളം എന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയമാണ് കേരളത്തിലെ വികസനത്തിന് അടിസ്ഥാനമാകാൻ പോകുന്നത്। भाइयों बहनों, जिस आधार पर विकसित केरलम की कल्पना हम करते हैं, उसके मूल में मोदी जी के 3 सिद्धांत। पहला, करप्शन बगैर का गवर्नेंस। ഏത് അടിസ്ഥാനത്തിലാണോ നാം വികസിത കേരളം എന്ന സങ്കല്പം മുന്നോട്ട് വെക്കുന്നത്, അതിന്റെ അടിസ്ഥാനം എന്നുള്ളത് നരേന്ദ്രമോദി മുന്നോട്ടേക്ക് വെക്കുന്ന 3 കാര്യങ്ങളാണ്। അതിൽ ഒന്നാമത്തേതാണ് അഴിമതിരഹിത ഭരണം। दूसरा, सरकारी योजनाओं में कोई भेदभाव नहीं। വിവേചനമില്ലാതെ സർക്കാർ പരിപാടികളുടെ നടപ്പാക്കൽ। और तीसरा, वोट बैंक पॉलिटिक्स से ऊपर उठकर केरल के विकास की संकल्पना। പീഡന രാഷ്ട്രീയം അവസാനിപ്പിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം അവസാനിപ്പിച്ചുകൊണ്ടുള്ള വികസനം। भाइयों बहनों, कम्युनिस्ट पार्टी और भाजपा दोनों केडर बेस्ड पार्टी है, സിപിഎമ്മും ബിജെപിയും കേഡർ സ്വഭാവത്തിലുള്ള പാർട്ടികളാണ്। मगर दोनों में बहुत बड़ा अंतर। कम्युनिस्ट पार्टी के लिए केरल का विकास, इसके ऊपर केडर का विकास। പക്ഷേ രണ്ടും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം, ഭാരതീയ ജനതാ പാർട്ടി ലക്ഷ്യം കേരളത്തിന്റെ വികസനമാണെങ്കിൽ സിപിഎമ്മിന്റെ ലക്ഷ്യം അവരുടെ അണികളുടെ വികസനം മാത്രമാണ്। और भारतीय जनता पार्टी के लिए केडर के विकास के ऊपर विकसित केरलम है। ഭാരതീയ ജനതാ പാർട്ടി ലക്ഷ്യത്തിലുള്ളത് ബിജെപിക്കാരുടെ ലക്ഷ്യത്തിന് മുകളിലായി ഈ കേരളത്തിലെ മൊത്തത്തിലുള്ള വികസനമാണ്। और मित्रों, ये एलडीएफ, यूडीएफ, एलडीएफ, केरल की जनता ने कई साल तक दोनों को मौके दिए, मगर दोनों ने किया क्या? हिंसा, भ्रष्टाचार, वोट बैंकों की निर्मिति, एपीसमेंट और
देश विरोधी तत्वों का केरल में पनाहगाह बनाने का काम किया। അക്രമവും അഴിമതിയും പീഡനവും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും എന്നതിനപ്പുറത്തേക്ക് ഈ കേരളത്തെ ദേശവിരുദ്ധ നരേറ്റീവുകളുടെ ദേശവിരുദ്ധന്മാരുടെ താവളമാക്കി കൂടി അവർ മാറ്റിയിരിക്കുന്നു. मित्रों, जब पीएफआई की गतिविधि इतनी बढ़ी, मोदी जी ने पीएफआई पर प्रतिबंध डाला। मैं आज पूछना चाहता हूं, जिस धाराओं के तहत मोदी जी ने पीएफआई पर प्रतिबंध किया, वो सारी धाराएं केरल सरकार के पास भी सारी शक्तियां थी। क्यों केरल की लेफ्ट सरकार ने पीएफआई को प्रतिबंधित नहीं किया और पीएफआई बढ़ता 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 भारत के अन्य हिस्सों में जब गया, तब मोदी जी ने पीएफआई को बैन कर सारे राष्ट्र विरोधी लोगों को जेल की सलाखों के पीछे डाल दिया। ഈ കേരളത്തിൽ ഭരിച്ചുകൊള്ളുന്ന മതതീവ്രവാദ രാഷ്ട്രീയം ഗോകുലപ്പുഴയുടെ നേതൃത്വത്തിലുള്ള മതതീവ്രവാദ രാഷ്ട്രീയത്തെ തടയുന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, പിഎഫ്ഐക്കെതിരെ എന്ത് നടപടിയാണ് ഈ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ എടുത്തതെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിഎഫ്ഐയെ മോദി സർക്കാർ നിരോധിച്ച ശേഷവും കേരളത്തിൽ അവരുടെ പ്രവർത്തനം സജീവമാണ്. പക്ഷേ കേരളത്തിലും അകത്ത് പുറത്തുള്ള മുഴുവൻ മതതീവ്രവാദികളെയും ജയിലിനകത്ത് പിടിച്ചിടാൻ ജയിലിടാൻ സാധിച്ചത് നരേന്ദ്രമോദിക്ക് മാത്രമാണ്. भाइयों बहनों, आज मैं केरल की जनता को कहने आया हूं, आप परिवर्तन चाहते हैं तो एलडीएफ को निकालने के लिए यूडीएफ को वोट देते हैं और यूडीएफ को निकालने के लिए एलडीएफ को वोट, मगर दोनों परिवर्तन नहीं कर सकते। अब समय आ गया है कि परिवर्तन करने के लिए, विकसित केरल बनाने के लिए सीधा भारतीय जनता पार्टी और एनडीए के लिए वोट करिए। കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടത് മാറ്റമാണെങ്കിൽ എൽഡിഎഫിനെ മാറ്റി യുഡിഎഫിനെ, യുഡിഎഫിനെ മാറ്റി എൽഡിഎഫിനെ കൊണ്ടുവരുന്ന പതിവ് അവസാനിപ്പിക്കണം. ഇത് വികസിത കേരളമാണ് നിങ്ങളുടെ സങ്കല്പമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് സമയമായിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിലെത്തിച്ച് ഒരു വികസിത കേരളം സാക്ഷാത്കരിക്കാനുള്ള സമയം ആഗ്രഹമായിരിക്കും. अभी कम्युनिस्ट नेता एक कांग्रेस में कह रहे थे कि भाजपा उत्तर भारत की पार्टी, उनको मालूम नहीं है असम में हमारी सरकार है, त्रिपुरा में लेफ्ट को हटाकर हमने सरकार बनाई है, ओडिशा में हमने सरकार बनाई है, तेलंगाना में हम सबसे बड़ी पार्टी बने हैं लोकसभा के चुनाव में, और तमिलनाडु में सरकार बनाने जा रहे हैं। സാധാരണഗതിയിൽ സിപിഎമ്മുകാരും കോൺഗ്രസുകാരും പറയുന്ന കാര്യമുണ്ട്, ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളത് വടക്കേ ഇന്ത്യയുടെ പാർട്ടിയാണ്, വടക്കേ ഇന്ത്യൻ പാർട്ടിയാണ്. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കിഴക്കൻ നാടുകളിൽ വടക്കേ കിഴക്കൻ പ്രദേശമായ ആസാമിൽ ഭാരതീയ ജനതാ പാർട്ടിയാണ് ഭരിക്കുന്നത്. ത്രിപുരയിൽ ഇടതുപക്ഷത്തെ തറവെട്ടിച്ച് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഭരിക്കുന്നത്. ഒറീസ ബിജെപിയാണ് ഭരിക്കുന്നത്. തെലങ്കാനയിലെ ഏറ്റവും വലിയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതാ തമിഴ്നാട്ടിലും നമ്മൾ സർക്കാർ ഉണ്ടാക്കാൻ പോവുകയാണ്. भाइयों बहनों, हम जब ओडिशा में मेहनत कर रहे थे, तब भी हम पर ताने कस रहे थे। ओडिशा में आज भारतीय जनता पार्टी की सरकार बन चुकी है। ഒറീസയിൽ നമ്മൾ ശ്രമിച്ചപ്പോൾ എല്ലാവരും നമ്മളെ വിമർശിക്കുക ചെയ്യുന്ന ഒറീസയിൽ ഭാരതീയ ജനതാ പാർട്ടി സർക്കാർ ഉണ്ടാക്കി. आसाम में भी हमें ताने कसे जाते थे, आसाम में भी 2 बार भारतीय जनता पार्टी की सरकार लगातार जीत कर आई। അസാമിൽ സർക്കാർ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വരുമ്പോഴും നമുക്ക് പരിഹാസമായിരുന്നു. പക്ഷേ തുടർച്ചയായി 2 തവണ അസാമിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ. और मैं केरल की जनता का धन्यवाद करना चाहता हूं। 2014 के इलेक्शन में केरल की जनता ने भाजपा को 11% वोट दिए, 19 में 16%,
24 में 20% वोट दिया। अब बारी है भाजपा की सरकार बनाने की बारी। मैं केरल के मतदाता भाइयों बहनों को कहने आया हूं कि 2026 का चुनाव एनडीए बीजेपी के नेतृत्व में, मोदी जी के नेतृत्व में सरकार बनाने के लिए लड़ने जा रहा है। और भाइयों बहनों, यहाँ सैकड़ों कार्यकर्ता, 25,000 से ज्यादा कार्यकर्ता बैठे। मैं उनको याद कराने आया हूं कि हमारे सैकड़ों कार्यकर्ताओं की लेफ्ट के गुंडों ने हत्या की है। हमारे सैकड़ों कार्यकर्ताओं ने अपने जीवन का बलिदान दिया है। उनके परिवारों ने, किसी ने पति, किसी ने भाई, किसी ने बेटा गंवाया है। वो सभी का स्वप्न था केरल में एनडीए बीजेपी की सरकार। अब स्वप्न सच करने का समय आ गया है। जिस पार्टी को 20% वोट मिल जाए वो 35% वोट प्राप्त करने में देरी नहीं करती। आज इस सम्मेलन में से आप सभी लोग संकल्प लेकर जाएं कि आने वाले लोकल बॉडी के चुनाव में एनडीए 21,000 स्थानों पर लड़ेगी और 25% वोट के साथ हर बूथ में अपनी प्रेजेंस दर्ज कराए। ഈ നാട്ടിലെ ഇടതുപക്ഷം കൊന്നുതള്ളിയാണ് നമ്മുടെ സഹോദരന്മാരെ വഴി. നൂറുകണക്കിന് സഹപ്രവർത്തകന്മാരെയാണ്, ധീരബലിദാനികളെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഭർത്താവിനെ, മകനെ, സഹോദരനെ, സഹോദരിയെ ഒക്കെ അവരുടെ തുല്യതയില്ലാതെയാക്കി. പക്ഷേ അപ്പോഴൊക്കെ നമ്മുടെ ലക്ഷ്യമെന്നത് ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്രം ഭരിക്കുക എന്നതായിരുന്നു. ഇന്ന് ആ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള സമയമായിരിക്കുകയാണ്. ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാനത്തെ 21,000 വരുന്ന വാർഡുകളിൽ മത്സരിക്കും. 25% വോട്ട് നേടി ബഹുഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും ബിജെപി വിജയക്കൊടി പാറിക്കും. भाइयों बहनों, एलडीएफ और यूडीएफ का ट्रैक रिकॉर्ड भ्रष्टाचारी सरकारों का ट्रैक रिकॉर्ड। ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും പ്രവർത്തനം എന്നുള്ളത് അഴിമതിയുടെ മുൻകാല ചരിത്രമാണ് അവർക്കുള്ളത്. एलडीएफ में एक्सप्लोजिव घोटाला, कोऑपरेटिव बैंक का घोटाला, एआई कैमरे का घोटाला, लाइफ मिशन का घोटाला, के फोन परियोजना का घोटाला, पीपीई किट का घोटाला और अब विजयन जी चिढ़ जाते हैं, मगर मुझे तो कहना चाहिए सोने की तस्करी का घोटाला, स्टेट स्पॉन्सर सबसे बड़ा घोटाला पूरे भारत में। എൽഡിഎഫിന്റെ അഴിമതിയെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സഹകരണ ബാങ്ക് അഴിമതി, എക്സാലോജി അഴിമതി, ലൈഫ് മിഷൻ അഴിമതി, എയർപോർട്ട് അഴിമതി, പിപിഇ കിറ്റ് അഴിമതി, അങ്ങനെ നൂറുകണക്കിന് അഴിമതികളാണ് ഇടതുപക്ഷ സർക്കാരുകൾ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ വിദേശത്താണെങ്കിലും ശ്രീമാൻ പിണറായി വിജയൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ രാജ്യം കണ്ട സംസ്ഥാന ഏതെങ്കിലും ഒരു സർക്കാർ സ്പോൺസറായിട്ടുള്ള സർക്കാരിന്റെ കാവ്യത്തിൽ നിന്ന രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിയാണ് സ്വർണ്ണക്കടത്ത് എന്ന കാര്യം നിങ്ങൾ മറന്നുപോകുന്നു. और यूडीएफ भी कोई कम नहीं है। बड़े मियाँ तो बड़े मियाँ, छोटे मियाँ भी सुभान अल्लाह। यूडीएफ को भी जब भी मौका मिला करप्शन करने में कोई कमी नहीं छोड़ी। मैं 2-3 चीज ही बताना चाहता हूं क्योंकि उनका तो वाइंडिंग अप का टाइम आ गया है। यूडीएफ जब सत्ता में थी
बार रिश्वतकांड, सोलार घोटाला, पलारीवट्टम पुल घोटाला, अनेक घोटाले यूडीएफ की सरकार ने भी किए हैं और मोदी सरकार के 11 साल हो गए, ऑपोजिशन भी हम पर एक भी घोटाले का आरोप भी नहीं लगा। നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം. और भाइयों बहनों, मैं आज आप सबके माध्यम से केरल की जनता को कहने आया हूं, विकसित केरलम का नारा भाजपा एनडीए के अलावे संभव ही नहीं। ഭാരതീയ ജനതാ പാർട്ടിയുടെ മുദ്രാവാക്യമായ വികസിത കേരളം സാധ്യമാകണമെങ്കിൽ ബിജെപി ഇല്ലാതെ വികസിത കേരളം സാധ്യമാകില്ല. अभी अभी हमने देखा मोदी जी ने विंझीजम बंदरगाह का लोकार्पण किया। दक्षिण एशिया की सबसे अच्छी कंटेनर हैंडलिंग तकनीक के साथ ये केरल के विकास में कंट्रीब्यूट करेगा। നരേന്ദ്രമോദി വിഴിഞ്ഞം പദ്ധതി അടക്കമുള്ള നിരവധി വികസന പദ്ധതികളുടെ തറക്കല്ലിട്ടുകൊണ്ട് കേരളത്തിന്റെ വികസനത്തിന് ഗതിവേഗം കൂട്ടി. 4000 करोड़ से ज्यादा की केंद्रीय योजना उसी दिन लोकार्पण किया। 4000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി സമർപ്പിച്ചത്. जिसमें 1800 करोड़ का ड्राई डॉक शामिल है। അതിൽ 1700 കോടി രൂപയുടെ और मोदी सरकार ने ड्राई डॉक കൊച്ചിയിലെ ഡ്രൈഡോക്ക് പദ്ധതി 1700 കോടി രൂപയുടെ പദ്ധതി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. 65,000 करोड़ 40 नेशनल हाईवे के लिए भारतीय जनता पार्टी ने दिल्ली से भेजा। 14 ദേശീയ പാതകൾക്കായി 65,000 കോടി രൂപയുടെ ഭരണാനുമതിയാണ് മോദി സർക്കാർ നൽകിയത്. 2 वंदे भारत ट्रेनों से 11 जिलों को 11 डिस्ट्रिक्ट को जोड़ने का काम किया। 2 വന്ദേ ഭാരത് ട്രെയിനുകളിൽ കൂടി 11 ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് 2 വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിച്ചു. और 2004 में केरल का रेलवे के लिए बजट सिर्फ 372 करोड़ था, उसको बढ़ाकर 3,700 करोड़ करने का काम नरेंद्र मोदी കേരളത്തിൽ 2004 കേരളത്തിൽ പിടികൊണ്ടിരുന്ന റെയിൽവേ ബജറ്റ് 378 കോടി രൂപയായിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ വർദ്ധിപ്പിച്ചിരുന്ന 3,700 കോടി രൂപയുടെ റെയിൽ വികസനമാണ് കേരളത്തിൽ നടക്കുന്നത്. इसके अलावे 3,000 करोड़ 100% इलेक्ट्रिफिकेशन रेलवे का इसके लिए हमने किया। 100% റെയിൽ വൈദ്യുതിയുടെ റെയിലേരിയ വൈദ്യുതീകരിക്കുന്നതിന് 3000 കോടി രൂപ കൂടാതെ ലഭിച്ചിട്ടുണ്ട്. बहुत लंबी सूची है। कांग्रेस सरकार से अनेक गुना पैसा नरेंद्र मोदी जी ने केरल के विकास के लिए भेजा है। इसका पूरा लिस्ट आना पाई का हिसाब मैं आज भाजपा कार्यालय से प्रेस नोट के माध्यम से सार्वजनिक करूंगा। ഇവിടെ വലിയ പട്ടികയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസന കാര്യത്തിൽ പറയാനുള്ളത്. യുപിഎ സർക്കാരിന്റെ കാര്യത്തെക്കാൾ പല മടങ്ങ് യുപിഎ സർക്കാരിന്റെ കാലത്തേക്കാൾ പല മടങ്ങ് കോടി രൂപയുടെ വികസനമാണ് നരേന്ദ്രമോദി സർക്കാർ കേരളത്തിനായി തന്നിട്ടുള്ളത്. ഇതിന്റെ അണ പൈസ മൂല്യാങ്കനങ്ങളുടെ കണക്ക് കൃത്യമായ കണക്ക് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓഫീസ് വഴി നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിച്ചു തരുന്നത്. भाइयों बहनों, इस सब के साथ साथ मोदी जी ने सालों से पेंडिंग देश के कई
उलझे हुए सवालों का जवाब लाने का काम किया। ഇതിനോടൊപ്പം തന്നെ ഈ രാജ്യത്ത് മുഴങ്ങിക്കിടന്ന നിരവധി പദ്ധതികൾക്ക് നരേന്ദ്രമോദി സർക്കാർ ജീവൻ. मुझे जरा हाँ ना में जवाब दीजिएगा। നിങ്ങൾ അതേ അല്ലെങ്കിൽ അല്ല എന്നുള്ള ഉത്തരം പറയണം. धारा 370 हटानी चाहिए या नहीं हटानी चाहिए? 370 മാറ്റണമോ വേണ്ടയോ? जरा जोर से बोले, हटानी चाहिए या नहीं हटानी चाहिए? राम मंदिर बनाना चाहिए या नहीं बनाना चाहिए? രാമമന്ദിരം വേണമോ വേണ്ടയോ? पीएफआई पर बैन लगाना चाहिए या नहीं लगाना चाहिए? ट्रिपल तलाक हटाना चाहिए या नहीं हटाना चाहिए? अरे वक्फ अमेंडमेंट बिल लाकर वक्फ बोर्ड में से करप्शन समाप्त करना चाहिए या नहीं करना चाहिए? ये सारी चीजों के लिए ना एलडीएफ सहमत है ना यूडीएफ सहमत है। केवल और केवल मोदी जी के नेतृत्व में ये सारे काम भारतीय जनता पार्टी ഈ മുഴുവൻ കാര്യങ്ങളും ഈ അഴിമതി അവസാനിപ്പിക്കുന്നത് എൽഡിഎഫോ യുഡിഎഫോ സംഭവമല്ല. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ മാത്രമാണ് ഇത് അവസാനിപ്പിക്കാൻ കഴിയാത്തത്. मोदी जी ने देश के 60 करोड़ गरीबों को घर, बिजली, पानी, 5 लाख तक का इंश्योरेंस, 5 किलो अनाज और कई सारी सुविधाएं 11 साल में देने का काम किया। ഈ രാജ്യത്തെ 70 കോടി വരുന്ന പാവപ്പെട്ടവർക്ക് കഴിഞ്ഞ 15 വർഷമായി നരേന്ദ്രമോദി സർക്കാർ സൗജന്യമായി വൈദ്യുതിയും വെള്ളവും വീടുമെത്തിച്ചു. 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് നൽകി. 5 കിലോ വീതം സൗജന്യമായ റേഷനും കഴിഞ്ഞ 10 വർഷമായി നൽകുന്നുണ്ട്. भाइयों बहनों, मोदी जी ने हमारे देश की इकोनॉमी को 11 प्लेस से 4th प्लेस पर ले जाने का काम किया। 11ാമത്തെ സ്ഥാനത്തായിരുന്ന നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഇന്ന് 4ാമത്തെ സ്ഥാനത്തേക്ക് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നു. और सबसे बड़ा काम किया है, मोदी जी ने भारत को सुरक्षित बनाने का काम किया। ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് ഭാരതത്തിനെ സുരക്ഷിതമായ ഒരു രാഷ്ട്രമാക്കി നരേന്ദ്രമോദി മാറ്റിയിരിക്കുന്നു. मैं आज फिर से यहाँ कह कर जाता हूँ, 31 मार्च 2026 को पूरा देश नक्सलिज्म से मुक्त हो जाएगा। ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, 2026 മാർച്ച് ആയപ്പോഴേക്കും രാജ്യം നക്സലിസത്തിൽ നിന്ന് മോചിതമായിരിക്കും. और इस टेररिज्म को मोदी जी और भाजपा के अलावा कोई जवाब दे नहीं सकता। മോദിക്കോ ബിജെപിക്കോ അല്ലാതെ തീവ്രവാദത്തിന് മറുപടി കൊടുക്കാൻ പോലും ആർക്കും സാധ്യമല്ല. उरी में हमला हुआ, हमने सर्जिकल स्ट्राइक किया। ഉരിയിൽ ആക്രമണം ഉണ്ടായി, നമ്മൾ സർജിക്കൽ സ്ട്രൈക്കിലൂടെ മറുപടി നൽകി. पुलवामा में हमला हुआ, हमने एयर स्ट्राइक किया। പുൽവാമയിൽ തീവ്രവാദാക്രമണം ഉണ്ടായതിന് നമ്മൾ വ്യോമാക്രമണത്തിലൂടെ മറുപടി കൊടുത്തു. और पहलगाम में हमला हुआ, ऑपरेशन सिंदूर कर कर घर में घुस कर मारा। അരക്കാരനായ തീവ്രവാദികളെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തീവ്രവാദികളുടെ വീട്ടിലെത്തി നാം മറുപടി നൽകി. नरेंद्र मोदी जी ने पूरे देश का सम्मान दुनिया में बढ़ाने का काम किया। നരേന്ദ്രമോദി നമ്മുടെ രാഷ്ട്രത്തിന്റെ പേര് കഴിവ മുഴുവൻ രാഷ്ട്രങ്ങളിൽ എത്തിച്ചു. और मोदी जी ही विकसित केरलम के संकल्प को पूरा कर सकते हैं। മോദിജി തന്നെ വികസിത കേരളവും സാക്ഷാത്കരിക്കും. हम जब जब भी केरल की जनता के सामने आए, हमारे वोट की आपने बढ़ोतरी कर कर दी। കേരളത്തിൽ ബിജെപി വന്നപ്പോഴൊക്കെ തന്നെ ബിജെപിയുടെ വോട്ട് ഷെയർ നിങ്ങൾ വർദ്ധിപ്പിച്ചു നൽകിയിട്ടുണ്ട്. मैं आज केरल की जनता को फिर से अपील करने आया हूं। एक एक वाक्य का करवा। വീണ്ടും നിങ്ങളോട് ഞാൻ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. अब बीजेपी ग्रोइंग पार्टी नहीं है। ബിജെപി ഇന്ന് വളരുന്ന പാർട്ടി മാത്രമല്ല. आप देख
देखिए ये सारे कार्यकर्ता सारे केरल से आए हैं। केरल के हर बूथ तक बीजेपी की रीच हो चुकी। ഇപ്പോൾ എവിടെയുള്ള കേരളത്തിലെ ഭാഗങ്ങളുള്ള പ്രവർത്തകരെ കണ്ടുകൊണ്ടില്ല. കേരളത്തിലെ ഓരോ ബൂത്തിലും ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ പാർട്ടിയായി മാറി. और केरल में अब परिवर्तन के लिए एलडीएफ को निकालकर यूडीएफ को निकालकर एलडीएफ को वोट करने की जरूरत नहीं है। सच्चा परिवर्तन करना है तो एनडीए को वोट दीजिए, वो ही विकसित केरलम बना सकते। കേരളത്തിലെ യഥാർത്ഥ മാറ്റത്തിന് കേരളം വികസിക്കണമെങ്കിൽ ഇടതുപക്ഷത്തെ മാറ്റി വലതുപക്ഷത്തെ മാറ്റി ഇടതുപക്ഷത്തെ കൊണ്ടുവരികയല്ല വേണ്ടത്. കേരളത്തിലെ യഥാർത്ഥ വികസനം സാധ്യമാകണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിലെത്തിക്കണം. और भाइयों बहनों, आप सब भारतीय जनता पार्टी के भाग्य विधाता हो। मैं आज आपको अपील करने आया हूं, इस लोकल बॉडी के चुनाव में हमने 21,000 सीट लड़ना और 25% से ज्यादा वोट प्राप्त करने का लक्ष्य लेकर आगे बढ़ना है। ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തരായ സഹപ്രവർത്തകർ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗ്യമായ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാം 21,000 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. 25% വോട്ട് നൽകി ആ വോട്ട് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. मुझे बताइए, आज से लेकर नवंबर तक का पूरा टाइम विकसित केरलम के लिए भाजपा को समर्पित करेंगे क्या? ഇന്നു മുതൽ നവംബർ വരെയുള്ള സമയം വികസിത കേരളമെന്ന ബിജെപി ലക്ഷ്യത്തിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറുണ്ടോ? अरे जोर से बोलो, करेंगे। एनडीए को मजबूत करेंगे। 21,000 सीट दमखम के साथ लड़ेंगे। 25% से वोट शेयर बढ़ाएंगे। तो मेरे साथ दोनों हाथ उठाइए, विजय के संकल्प की मुट्ठी दीजिए और प्रचंड आवाज से बोलिए, भारत माता की, भारत माता की, भारत माता की, वंदे वंदे वंदे। ഭാരതത്തിലെ അഭിമാനമായ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നമ്മുടെ സഹോദരിമാരുടെ സിന്ധൂരം മായ്ച്ചു കളഞ്ഞ മത തീവ്രവാദികളെ അവരുടെ മടയിൽ